നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. വിശ്വാസം നാളെ തന്നെ. അരുണാചലിൽ പുനഃസ്ഥാപിക്കപ്പെട്ട നബാം തുക്കി സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നാളെ തന്നെ. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന തുക്കിയുടെ ആവശ്യം ഗവർണർ തള്ളി. 60-അംഗ സഭയിൽ നബാം തുക്കിക്കുള്ളത് 15 അംഗങ്ങളുടെ മാത്രം പിന്തുണ. അരുണാചലിൽ ഗവർണർ JP രാജ്ഖോവയെ കരുവാക്കി കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കിയ BJP തന്ത്രത്തിന് തിരിച്ചടി നൽകി സുപ്രീം കോടതി വിധിയുണ്ടായത് കഴിഞ്ഞ ദിവസം. പിരിച്ചുവിടപ്പെട്ട നബാം തുക്കി സർക്കാരിനെ പുനഃസ്ഥാപിച്ച കോടതി ഗവർണറുടെ നടപടികൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും നബാം തുക്കി വിശ്വാസ വോട്ടെടുപ്പിനെ കടമ്പ കടക്കുന്ന കാര്യം സംശയത്തിൽ. പ്രബലരായ വിമത വിഭാഗത്തിനൊപ്പം 11 BJP അംഗങ്ങളും 2 സ്വതന്ത്രരും. ശാന്തി ദൂതനെന്ന് സാക്കിർ. IS ബന്ധം സംബന്ധിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് വിവാദ മുസ്ലിം മതപണ്ഡിതൻ സാക്കിർ നായിക് എല്ലാത്തരം തീവ്രവാദത്തെയും അപലപിക്കുന്നു എന്നും തനിക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്നത് മാധ്യമ വിചാരണയെന്നും സ്കൈപ്പ് വഴി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാക്കിർ. കേരളത്തിൽ നിന്ന് കാണാതായവരെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചത് സാക്കിർ നായിക്കിന്റെ വിവാദ പ്രഭാഷണങ്ങളെന്ന് ആരോപണം ഉയർന്നിരുന്നു. നാടുവിട്ട പാലക്കാട് സ്വദേശി ഇസയും ഭാര്യയും ഉൾപ്പെടെ അപ്രത്യക്ഷരായവരിൽ പലരും മുംബൈയിലെത്തി സാക്കിറിനെ കണ്ടിരുന്നതായും നിഗമനം. ചോരയിൽ മുങ്ങി ഫ്രാൻസ്. ഫ്രാൻസിനെ നടുക്കി ഫ്രഞ്ച് ദേശീയ ദിനാഘോഷത്തിനിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 84ആയി. കടൽത്തീര നഗരമായ നൈസിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റി ഭീകരർ നടത്തിയ ക്രൂരതയിൽ പരിക്കേറ്റത് 100-ലധികം പേർക്ക്. ഇവരിൽ 18 പേരുടെ നില അതീവ ഗുരുതരം. മരണസംഖ്യ ഉയർന്നേക്കും. ട്രക്കിലുണ്ടായിരുന്നവർ തുടർച്ചയായി വെടിയുതിർത്ത് ആൾക്കൂട്ടത്തിലേക്ക് അമിത വേഗതയിൽ വാഹനം ഓടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് കാണാൻ കടൽത്തീരത്ത് ഒത്തുകൂടിയവർക്കിടയിലേക്കാണ് ഭീകരർ ട്രക്ക് പായിച്ചത്. സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും നിറച്ചിരുന്ന ട്രക്കിലുണ്ടായിരുന്നവരെ പോലീസ് വെടിവെച്ചു കൊന്നു. ആക്രമികളിൽ ചിലർ ടുണീഷ്യൻ വംശജരായ ഫ്രഞ്ച് പൗരന്മാരെന്ന് കണ്ടെത്തൽ. ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഒലോദ്. മുല്ലപ്പെരിയാറിൽ മുറുകെ പിടിച്ച്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. ഡാം സുരക്ഷിതമല്ലെന്ന നിയമസഭയുടെയും സർവകക്ഷി യോഗത്തിന്റെയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. വിഷയത്തിൽ തന്റെ ഭാഗത്തു നിന്ന് വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായിട്ടില്ലെന്നും സഭയിൽ PT തോമസിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ പിണറായി. ഡാമിന്റെ സുരക്ഷിതത്വം പരിശോധിക്കാൻ ദേശീയ രാജ്യാന്തര സമിതികളെ ഏർപ്പെടുത്തുന്ന കാര്യം തമിഴ്നാടുമായി ചർച്ച നടത്തും. കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പല പദ്ധതികളും പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെട്ടുവെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് തള്ളിക്കളയാനാവില്ലെന്ന് പിണറായി നേരത്തെ പറഞ്ഞിരുന്നു. കുളച്ചൽ തുറമുഖത്തിന് അനുമതി നൽകിയ കേന്ദ്ര നടപടി അശാസ്ത്രീയവും യുക്തിരഹിതവുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ ആശങ്ക പ്രധാനമന്ത്രിയെ അറിയിക്കും. വിഴിഞ്ഞം തുറമുഖത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻതൂക്കം നഷ്ടപ്പെട്ടെന്നും വിഷയം കേരളത്തിലെ MPമാർ പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും പിണറായി. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2810 രൂപ, പവൻ 22,480 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.